LED ബ്ലിങ്ക് എന്നുള്ള ഇതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഓർഡിനോ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓർഡിനോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓർഡിനോ ഇതിൽ നമ്മൾ ഓർഡിനോ ഇവിടെ ഉണ്ട്. ഓർഡിനോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓർഡിനോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഫയൽ എടുക്കാം. എക്സാമ്പിൾ ഇത് ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്താണ് ചെയ്യേണ്ടത്. ബ്ലിങ്ക് ഇതിൽ കിടക്കുന്നുണ്ട് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇതിൽ ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ലൈറ്റ് കളറിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വേണ്ട. നമുക്കിപ്പോൾ ഇതിൽ വരുന്നത് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഈ 2 സ്ലാഷിന് ശേഷമുള്ളത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ കളറിൽ വരുന്നില്ലേ, അത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൽ വോയിഡ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു തവണ മാത്രം വർക്ക് ചെയ്യുന്നത്. ഈ കോഡ് റൺ ചെയ്യുമ്പോൾ ഒരു തവണ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വോയിഡ് സെറ്റപ്പിനകത്ത് എഴുതുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് വരുന്നത് ഒരു തവണ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ പിൻ മോഡ് LED ബിൽറ്റിൻ ഔട്ട്പുട്ട് എന്നിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ കോഡ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് ബിൽറ്റിൻ LED ഇങ്ങനെ ബ്ലിങ്കായി കത്തുന്നുണ്ട്. ഓണായി ഓഫായി അങ്ങനെ. അപ്പോൾ ഈ 1 സെക്കൻഡ് നേരത്തേക്ക് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. 1 സെക്കൻഡ് നേരത്തേക്ക് കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിൻ മോഡ് ബിൽറ്റിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ടായിട്ട്. അപ്പോൾ ആ ബിൽറ്റിൻ LED ഹൈ ആക്കി ബിൽറ്റിൻ LED ലോ ആക്കി. ഇത് ലൂപ്പിനകത്താണ്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മാത്രമാണ് കോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂപ്പിനകത്ത്. പിന്നെ ഈ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മളിതിൽ കമ്പ്യൂട്ടർ വേണ്ട ഏതെങ്കിലും പവർ സപ്ലൈ കൊടുത്താലും ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ മെമ്മറിയുടെ ചിപ്പിനകത്തേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളിപ്പോൾ കുറേ നമ്പറുകളൂടെ കാണുന്നുണ്ടല്ലോ. ആ നമ്പറുകളിലെല്ലാം ഇതിൽ നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10ാമത്തേലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. 10ാമത്തേലാണെങ്കിൽ ഈ കണ്ട കുറേ നമ്പർ എഴുതിയുണ്ട്. 0 to 13 വരെയുള്ള നമ്പർ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 10ാമത്തേലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മളിപ്പോൾ ബിൽറ്റിൻ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ബിൽറ്റിൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 10 ആക്കണം. 10ാമത്തെ പിന്നിനെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഇത് LED നമ്മൾ വെക്കാൻ പോകുന്നത് ഔട്ട്പുട്ടാണ്. LED എന്താണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇതൊരു പുറത്തുനിന്ന് ഒരു സാധനം കണക്ട് ചെയ്യല്ലേ, പുറത്തേക്കാണ് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് ബോർഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനോട് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ LED ബിൽറ്റിനായിരുന്നു ആദ്യം കത്തിയിരുന്നത്. നമ്മൾ പക്ഷേ എക്സ്റ്റേണൽ LED ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, LED ബിൽറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 10 ആക്കി. 10ാമത്തെ പിന്നാക്കി. അതിനുശേഷം ഇതിനും എന്ത് ചെയ്യണം, ഈ ബിൽറ്റിൽ നിന്ന് കാണുന്നെല്ലാം 10 ആക്കണം. 10ാമത്തെ LED കത്തിക്കാനോ ഓണാക്കാനോ ഓഫാക്കാനോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 10ാമത്തെ പിന്നിനെ ഹൈ ആക്കി. അതുപോലെ തന്നെ ഇതിനും എന്ത് ചെയ്യണം, ഈ LED മാറ്റിയിട്ട് ഇതിനും 10ാമത്തേൽ തന്നെ ആക്കി. ഇതിനും 10ാമത്തെ. പിന്നെ ഇതിൻ്റെ ഈ വാക്കുകളുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിൻ മോഡിൻ്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ആയിരിക്കും, പിന്നത്തെ മെയിൻ ലെറ്റർ ക്യാപിറ്റലായിരിക്കും. പിൻ മോഡ് വേറൊരു വാക്കല്ല. ഇപ്പോൾ M ക്യാപിറ്റൽ. ഇത് ഡിജിറ്റൽ റൈറ്റ് വേറൊരു വാക്കായതുകൊണ്ട് W ക്യാപിറ്റൽ. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റൊന്നും മറക്കരുത്, കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ റെക്കോർഡിലുണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഈ ആദ്യത്തെന്ന് വെച്ചാൽ വെരിഫൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് എന്നുള്ളത് കൊടുത്തു. അപ്ലോഡ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ആവുന്നുണ്ടെങ്കിൽ ഡൺ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് കയറി കഴിയും. അപ്പോൾ നേരത്തെ കത്തിയിരുന്ന LED ഇപ്പോൾ കത്തുന്നില്ല, കത്തി നിൽക്കല്ലേ. ഇവിടെ LED ഉണ്ടായിരുന്ന LED കത്തുന്നില്ല, വെറുതെ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഇതിൻ്റെ 10ാമത്തേലാണ് ഇപ്പോൾ ഇതിലെ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10ാമത്തേലെ ഔട്ട്പുട്ട് വന്നെന്നറിയണമെങ്കിൽ നമുക്കിനി ഇത് കാണണം, കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ടായിരിക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത് റിലേ ആണ്. ആ റിലേയുടെ കണക്ഷൻ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റാണ് കണ്ട. ഇത് നോർമലി ക്ലോസ്, സെൻറ്ററത്തെ ഇങ്ങോട്ട് പോയിരിക്കുന്നത് കോമൺ ആണ്, ഈ അറ്റത്തെ നോർമലി ഓപ്പൺ ആണ്. അപ്പോൾ അതിൽ നോർമലി ക്ലോസിൽ ഞാൻ റെഡ് കളർ LED, നോർമലി ഓപ്പണിൽ ഗ്രീൻ കളർ LED കൊടുത്തിട്ടുണ്ട്. LED കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടേജിൻ്റെ സീരീസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ആ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പോകണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ 5 വോൾട്ടേജ് എടുത്തിട്ട് ഒരു ബ്രെഡ് ബോണ്ട് ഒരു സൈഡിലേക്കും ഗ്രൗണ്ട് എടുത്തിട്ട് ഈ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന് VCC ഗ്രൗണ്ട് ഉണ്ട്.
വി സി സിയും ഗ്രൗണ്ട് ഇൻപുട്ടുമായിട്ട് ഇതിന് ഉണ്ട്. അപ്പോൾ ഈ വി സി സിയിൽ ആണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ഈ വെള്ള വയർ വി സി സിയിലേക്ക് കൊടുക്കണം, ഈ റെഡ് വയർ ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം, മഞ്ഞ വയർ ഇത് ഇതിനെ സ്വിച്ച് ചെയ്യിക്കാനുള്ള സിഗ്നലാണ്. അതാണ് നമ്മുടെ 10 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് 10ലേക്ക് കൊടുക്കേണ്ടത്. ഈ ഔട്ട്പുട്ട് ഞാൻ ഇപ്പോൾ 2 സെറ്റ് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, ഇത് നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ. അപ്പോൾ നോർമലി ക്ലോസ് കാണിക്കാൻ വേണ്ടി റെഡും നോർമലി ഓപ്പൺ കാണിക്കാൻ വേണ്ടി ഗ്രീൻ ഉപയോഗിക്കുകയാണ്. ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഈ LED കത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുവഴിയായിരിക്കും കയറ്റി വിടുന്നത്. അത് ഇതേപോലെ നമ്മൾ ഈ പവർ ഇതിൽ കൂടെ കയറി ഇത് കോമൺ ആണെങ്കിൽ ആദ്യം ഇതിലേക്ക് മാറും, പിന്നെ പുറത്തേക്ക് മാറും. അങ്ങനെ ആണ് 2 ലൈറ്റുകൾ മാറി മാറി കത്തുന്നത്. അതിൻ്റെ കോഡുകളാണ് നേരത്തെ കണ്ട അതേ കോഡ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വയറിങ് വി സി സി എടുത്തിട്ട് വി സി സിയിൽ കണക്ഷൻ കൊടുക്കുന്നു, ഗ്രൗണ്ട് എടുത്തിട്ട് ഗ്രൗണ്ടിൽ കണക്ഷൻ കൊടുക്കുന്നു. ഇത്രയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പോട്ടെ, ഈ കണക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. ഇത്രയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിലേ വർക്ക് നമുക്കിവിടെ ഒരു ലൈറ്റ് വേണം, റിലേയിൽ ഇവിടെ ലൈറ്റ് കത്തണം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തത് മാറിപ്പോയി, ഞാൻ സ്ക്രീൻ നോക്കി ചെയ്ത് തന്നെ കൊണ്ട് മാറിപ്പോയത് ഇങ്ങനെ വെച്ചു ഉണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഈ റിലേയിലേക്കുള്ള പവർ വന്നിട്ടുണ്ട്. ഇനി ഈ റിലേ വർക്ക് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ഇതിനെ പിടിച്ചിട്ട് ഗ്രൗണ്ടിൽ ഒന്ന് മുട്ടിച്ച് വയ്ക്കേണ്ടി രണ്ടാമത്തെ റിലേയുടെ ഇൻപുട്ട് എന്നുള്ള ഇതെടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് മുട്ടിക്കുമ്പോൾ റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് കൊടുക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് 10-ലായിരുന്നല്ലോ, 10ാമത്തെ പിന്നിനാണ് നമ്മൾ ഔട്ട്പുട്ട് ഹൈ ലോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിൻ മോഡ് 10ാമത്തെ പിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പിടിച്ചിട്ട് 10ാമത്തെ പിന്നിലേക്കാണ് കണക്ഷൻ കൊടുക്കുക. 10ാമത്തെ പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ 10ലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ 10ലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ഓണാവും ഓഫാവും ചെയ്യുന്നുണ്ട്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഔട്ട്പുട്ട് സർക്യൂട്ട് വേറെയാണ്. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ട്, ഈ ബൾബുകളെ കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ പിടിച്ചിട്ട് എൽ ഇ ഡിയുടെ നീളം കൂടിയ കാലുണ്ടല്ലോ, LED നീളം കൂടിയ കാല് പോസിറ്റീവിൽ കൊടുത്തു, നീളം കുറഞ്ഞ കാലെടുത്തിട്ട് നെഗറ്റീവ്, അതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുത്തു, രണ്ടാമത്തെ LED ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇതിൻ്റെ ഓരോന്നിന്നുള്ള കണക്ഷനാണ്. പിന്നെ വേണ്ടത് ഈ LED റെസിസ്റ്റർ വെച്ചിട്ട് പോസിറ്റീവിലേക്കാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. പോസിറ്റീവിൽ നിന്ന് റെസിസ്റ്റർ വെച്ചിട്ട്, അപ്പോൾ ഈ റെസിസ്റ്റർ ഞാൻ കോമണി എന്നുള്ളത് റെസിസ്റ്റർ എടുത്തിട്ട് പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോകുന്നു. പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ എന്തോ അതിന് ലൂസ് എന്തോ ഉണ്ട്. ഇപ്പോൾ നോക്കട്ടെ, ഓക്കെ ഓക്കെ. അപ്പോൾ അത് കണക്ഷൻ, അതിൻ്റെ ഇടയിൽ കോണ്ടാക്റ്റ് ആയിട്ടാണ് അങ്ങനെ ആവാതിരുന്നത്. കണ്ടത് രണ്ടും മാറി മാറി കത്തുന്നുണ്ട്. ഇതാണ് LED ബ്ലിങ്ക്. കോണ്ടാക്റ്റ് ചേഞ്ച് ഓവർ ആകുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൽ ഒന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇവിടുന്ന് ഒരു ബൾബും കൂടിയും വെച്ചിട്ടുണ്ടെന്ന് മാത്രം, നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. 2 സെറ്റും കോണ്ടാക്റ്റും വർക്ക് ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട്. അത്രയാണ് ബ്ലിങ്ക്.